ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. ഇത് നമ്മൾ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ബയോളജിയിൽ തന്നെ ഒരു ടോപ്പിക് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ RRBക്ക് വേണ്ടിയിട്ട് ഒരു പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്, ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾ കയറി കാണുക, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ എന്ത് സംശയവും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തേക്കുന്ന 2 നമ്പേഴ്സ്, കോൺടാക്ട് നമ്പേഴ്സിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ABO-AB, ഓക്കെ, 4 ബ്ലഡ് ഗ്രൂപ്പ്സ്. ഇത് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കുഞ്ഞു മുതലേ ഒക്കെ കേട്ടിട്ടുള്ളതാണ് ഈ ബ്ലഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്നതൊന്നും അല്ല, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഓക്കെ, അതൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ABO-AB ബ്ലഡ് ഗ്രൂപ്പ് 4 എണ്ണത്തിൽ ഈ ഒരു ABO, ഓക്കെ, ഇതിലെ A-Bയും O-യും, ഓക്കെ, ഈ 3 ബ്ലഡ് ഗ്രൂപ്പ്സും കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പം എയും ബിയും ഒ എന്ന് പറയുന്ന ഈ 3 ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. 1901 ഈ 3 ബ്ലഡ് ഗ്രൂപ്പ്സും കണ്ടുപിടിച്ചത്. ഇത് കൂടാണ്ട് AB എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പും കൂടെ ഉണ്ട്. അത് കണ്ടുപിടിച്ചത് വേറെ 2 പേരാണ്. ഓക്കെ, കാൾ ലാൻഡ്സ്റ്റൈനറിന്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്ത 2 പേരാണ് അഡ്രിയാനോ സ്റ്റെർലിയും അതേപോലെ തന്നെ ആൽഫ്രഡ് വോൺ ഡി കാസ്റ്റെല്ലോ എന്ന് പറയുന്നത്. ഇവർ 2 പേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് 1902 കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം നമ്മുടെ എയും ബിയും ഒയും കണ്ടുപിടിച്ച കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് 1901. 1902 AB ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രിയാനോ സ്റ്റെർലിയും ആൽഫ്രഡ് വോൺ ഡി കാസ്റ്റെലോയും ആണ്. അതേപോലെ തന്നെ നമ്മളെ ലാൻഡ്സ്റ്റൈനറിന് 1930 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മെഡിസിൻ അതേപോലെ ഫിസിയോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് 1930 നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് ഈ 4 ബ്ലഡ് ഗ്രൂപ്പും അത് ആരൊക്കെയാണ് കണ്ടുപിടിച്ചത്, ഏതൊക്കെ വർഷമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡിനെ പറ്റി, ബ്ലഡ് ഗ്രൂപ്പിനൊക്കെ പറ്റി പറയാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ബ്ലഡ്, ഓക്കെ, ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ടിഷ്യൂ ആണ്. ഓക്കെ, ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, അല്ലെങ്കിൽ റെഡ് കളർ ആണല്ലോ ബ്ലഡിന്, അതുകൊണ്ട് റെഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ബ്ലഡാണ്. ഓക്കെ, നമ്മൾ ബ്ലഡിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 55% പ്ലാസ്മയാണ്. ഓക്കെ, ഒരു സ്ട്രോ കളറാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. വൈക്കോലിൻ്റെയൊക്കെ ഒരു പെയിൽ യെല്ലോ കളറാണ് ഈ പ്ലാസ്മയ്ക്ക് എന്ന് പറയുന്നത്. ഏകദേശം ബ്ലഡിൻ്റെ 55% ഈ പ്ലാസ്മയാണ്. ബാക്കി ഒരു 45% ബാക്കി സെല്ല് എല്ലാം കൂടെ വരുന്നത്. എന്ന് പറഞ്ഞാൽ WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ്, ഈ 3 സെൽസാണ് നമുക്ക് മെയിനായിട്ട് ബ്ലഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, ഈ 3ഉം കൂടെ ബ്ലഡിൻ്റെ ഒരു 45% വരും. ഓക്കെ, അപ്പം ഒരു 55% പ്ലാസ്മയാണെങ്കിൽ ബാക്കി ഒരു 45% ഈ 3ഉം കൂടെ ചേരുന്നതാണ്. ഓക്കെ, പ്ലാസ്മ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡാണ്, നമ്മുടെ ബ്ലഡിൽ തന്നെയുള്ള ഫ്ലൂയിഡാണ്. അപ്പം ആ പ്ലാസ്മയിൽ മെയിനായിട്ട് അയോൺസും മിനറൽസും അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന പ്രോട്ടീൻസും ഉണ്ട്. ഓക്കെ, മെയിൻലി 3 പ്രോട്ടീൻസ് ആണ് ഉള്ളത്. ഗ്ലോബുലിൻ, ഓക്കെ, ആൽബുമിൻ, പിന്നെ ഉള്ളത് ഫൈബ്രിനോജൻ. ഓക്കെ, ഫൈബ്രിനോജൻ, ഇങ്ങനെ 3 പ്രോട്ടീൻസ് ആണ് പ്ലാസ്മയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
ഓക്കെ. ഈ ഗ്ലോബുലിൻ മെയിനായിട്ട് നമുക്ക് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഡിസീസസ് ഒന്നും വരാണ്ട് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇമ്മ്യൂണിറ്റി തരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു തരം പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഓക്കെ. ആൽബുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ട്. ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഒരു ഇത്ര പെർസെൻറ്റേജ് വാട്ടർ ഉണ്ടായിരിക്കണം, അയോൺസ് മിനറൽസ് ഉണ്ടായിരിക്കണം, അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ ബോഡിയിൽ അത് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ വാട്ടർ അയൺ ബാലൻസിനെ പറയുന്ന പേരാണ് ഓസ്മോ റെഗുലേഷൻ. അപ്പോൾ ഓസ്മോ റെഗുലേഷന് സഹായിക്കുന്ന നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ പ്ലാസ്മയിലുള്ള പ്രോട്ടീൻ്റെ പേരാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഫൈബ്രിനോജൻ. ഓക്കെ. ഫൈബ്രിനോജൻ ഒരു പ്രോട്ടീനാണ്. നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡിൽ തന്നെയുള്ള ഒരു പ്രോട്ടീനാണ് ഏതെന്ന് പറയുന്നത് ഫൈബ്രിനോജൻ. ഇങ്ങനെ 3 പ്രോട്ടീൻസിനെ നമുക്ക് ഈ ഫ്ലൂയിഡ് ആയിട്ടുള്ള പ്ലാസ്മയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. ബാക്കി വരുന്നതാണ് നമ്മുടെ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. RBCയുടെ വേറൊരു പേരാണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയും. എറിത്രോസൈറ്റ്സ്. ഓക്കെ. ഈ ഒരു ഷേപ്പാണ് നമുക്ക് RBCക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ WBCനെ നമ്മൾ ലൂക്കോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മുടെ ബോഡിയിലെ സോൾജിയേഴ്സ് എന്നറിയപ്പെടുന്നത് നമ്മുടെ WBCനെയാണ്. നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരാണ്ട് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന നമ്മുടെ സെൽസ് ആണ് WBC. ഓക്കെ. ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള തന്നെ സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡിയിലെ സോൾജിയേഴ്സ് എന്നറിയപ്പെടുന്നത് നമ്മുടെ WBCനെ അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സിനെയാണ്. ഓക്കെ. ലാസ്റ്റ് വൺ പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ വേറൊരു പേരാണ് ത്രോംബോസൈറ്റ്സ് എന്ന് പറയും. ഓക്കെ. ത്രോംബോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് പ്ലേറ്റ്ലെറ്റ്സിനെയാണ്. പ്ലേറ്റ്ലെറ്റ്സും നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. പ്ലേറ്റ്ലെറ്റ്സിന് എണ്ണം എങ്ങാനും കുറയുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള 3 ടൈപ്പ് സെല്ലുകളും ബ്ലഡിലുള്ള ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള പ്ലാസ്മയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഒരു നോർമൽ ഒരു മനുഷ്യന് ആവറേജ് അല്ലെങ്കിൽ ഒരു 5 മുതൽ 5.5 ലിറ്ററോളം ബ്ലഡ് ഉണ്ടാവും ശരീരത്തിൽ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൻ്റെ pH, നമ്മുടെ ബ്ലഡിൻ്റെ pH എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7.4 ആണ് pH എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. ഓക്കെ. 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അപ്പം 7.4 എന്ന് പറയുമ്പോൾ ഒരു സ്ലൈറ്റ്ലി ആൽക്കലൈൻ നേച്ചറാണ് നമ്മുടെ ബ്ലഡിനുള്ളത്. ഓക്കെ. അപ്പം ഈ ഒരു ബ്ലഡിൻ്റെ പല ടൈപ്സ് അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സും പ്ലാസ്മയൊക്കെ എന്താണെന്ന് പറഞ്ഞു. ഈ പറയുന്ന RBCയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഷുഗറോ അല്ലെങ്കിൽ പ്രോട്ടീനോ വെച്ച് ഫോം ചെയ്ത ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പം ഈ പറയുന്ന RBCയുടെ സർഫസിൽ, ഓക്കെ, ഇതാണ് RBC എങ്കിൽ ഇതിൻ്റെ സർഫസിലായിട്ട് നിങ്ങൾക്കൊരു കോമ്പൗണ്ട് കാണാൻ പറ്റും. ഇത് ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് ആൻറ്റിജൻ. ഓക്കെ. മെയിനായിട്ട് 2 ആൻറ്റിജൻസ് ആണ് ഉള്ളത്. ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും. ഏത് ആൻറ്റിജൻ ആണ് ഒരു ബ്ലഡിലുള്ളത് അനുസരിച്ചാണ് ബ്ലഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ. ഇപ്പം A ആൻറ്റിജൻ ഒരു ബ്ലഡിലുണ്ടെങ്കിൽ അത് A ബ്ലഡ് ഗ്രൂപ്പ്, B ആൻറ്റിജൻ ആണ് ഒരു ബ്ലഡിലുണ്ടെങ്കിൽ അത് B ബ്ലഡ് ഗ്രൂപ്പ്, രണ്ടും കൂടെ ഉണ്ടെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ്, രണ്ടും ഇല്ലെങ്കിൽ അത് O ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ. ആദ്യം സത്യത്തിൽ നമുക്ക് 2 ആൻറ്റിജൻസിനെ പറ്റിയേ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ, എയിനെ ബിനെ. പിന്നെ കണ്ടെത്തിയതാണ് ഈ RHD ആൻറ്റിജൻ എന്ന് പറയും. ഓക്കെ. ഇതെന്താണെന്ന് ഞാൻ പറയാം. തൽക്കാലം നമ്മൾ ഈ ഒരു ആൻറ്റിജൻ എയും ആൻറ്റിജൻ ബിയും വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഞാൻ പറയാം. ഓക്കെ. ഈ 2 ആൻറ്റിജനെ പറ്റിയായിരുന്നു നമുക്ക് തുടക്കത്തിൽ അറിവുണ്ടായിരുന്നത്. അപ്പോൾ A ഉണ്ടെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പ്, B ഉണ്ടെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ്, രണ്ടും കൂടെ ഉണ്ടെങ്കിൽ AB, രണ്ടും ഇല്ലെങ്കിൽ O. ഓക്കെ. ഇതേപോലെ തന്നെ പ്ലാസ്മയിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു പ്രോട്ടീൻ വെച്ചുണ്ടാക്കിയ ഒരു കോമ്പൗണ്ട് കാണാൻ പറ്റും. ഓക്കെ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് നമുക്ക് പറയാം. കാരണം നമ്മളെ ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്ന ഒരു തരം പ്രോട്ടീനാണിത്. ഇതിൻ്റെ പേര് ആൻറ്റിബോഡി എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ.
that identify and neutralize foreign substances including foreign blood cells. ഓക്കെ, നമ്മുടെ ബോഡിയിലോട്ട് എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസോ കാര്യങ്ങളോ ഉള്ളിലോട്ട് കയറുവാണെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു പ്രോട്ടീനാണ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു ഗ്ലൂക്കോസ് പ്രോട്ടീൻ കോമ്പിനേഷൻ ആണ് ആൻറ്റിജൻ. ആൻറ്റിബോഡി എന്ന് പറയുന്നത് പ്രോട്ടീൻ വെച്ചിട്ടുണ്ടാക്കിയ കോമ്പൗണ്ട് ആണ്. എന്തായാലും ആൻറ്റിജന് തൊട്ട് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തായാലും ഏത് ആൻറ്റിജൻ ഉള്ളത് അനുസരിച്ചാണ് നമ്മൾ ബ്ലഡിൽ എന്ത് ചെയ്തേക്കുന്നത്, ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, എ ബി ഒ. ഓക്കെ, ഇപ്പൊ നോക്കിയേ, എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ നോക്കിയേ കാണുന്ന ആൻറ്റിജനാണ് ദാ ഈ കാണുന്നത്. ഓക്കെ, റൗണ്ട് ഷേപ്പ്. ഓക്കെ, ഇനി ബി ആൻറ്റിജൻ നോക്കിയ ഒരു ഡയമണ്ട് ഷേപ്പ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫിഗർ കൊടുത്തതാണ്. ഇനി രണ്ടും കൂടെ ഉണ്ടെങ്കിൽ, എയും ബിയും ഉണ്ടെങ്കിൽ അത് എ ബി ആണ്. ഇതാണ് നന്ന് എഴുതിയേക്കുന്നത്, ഇതിലൊന്നുമില്ല, അത് എന്താണ്, ഒ ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പം ആൻറ്റിജൻ എ ഉള്ളത് എ ബ്ലഡ് ഗ്രൂപ്പ്, ബി ഉള്ളത് ബി. ഇവിടെ രണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും, എ കാണാൻ പറ്റും, ബി കാണാം. അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അത് എ ബി ബ്ലഡ് ഗ്രൂപ്പ്, ഒന്നുമില്ലെങ്കിൽ അതെന്താണ്, ഒ ബ്ലഡ് ഗ്രൂപ്പും ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ആൻറ്റിജൻ എ ഉള്ളിടത്ത് ഒരിക്കലും അതിന് തന്നെ എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി എ ഉണ്ടാവൂല. ഓക്കെ, ഇവിടെ കണ്ടോ, ആൻറ്റിബോഡീസ് ഇൻ ദ പ്ലാസ്മ. ഓക്കെ, അപ്പം ഈ ആൻറ്റിജൻസ് എന്ന് പറയുന്നത് നമുക്ക് RBCയുടെ സർഫസിലാണ് കാണാൻ പറ്റുന്നത്. ആൻറ്റിബോഡീസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസ്മയായിട്ടുള്ള ഫ്ലൂയിഡിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഒരിക്കലും ആൻറ്റിജൻ എ ഉള്ളിടത്ത് ഒരിക്കലും ആൻറ്റിബോഡി എ വരത്തില്ല. നോക്കിയേ, ഇത് റൗണ്ട് ഷേപ്പാണ്. ദാ ഇതിവിടെ വരുവാണെങ്കിൽ ദാ ഇതേപോലെ ഇതങ്ങ് അറ്റാച്ച്ഡ് ആവും. ഇത് മറ്റേ ലോക്ക് നമ്മൾ ഇടത്തില്ലേ, ഓക്കെ, വീട്ടിനൊക്കെ പുറത്ത് നമ്മൾ ലോക്കൊക്കെ ഇടത്തില്ല, ലോക്ക് ഇട്ട പോലെയാവും. അവിടെ അങ്ങ് ഫിറ്റ് ആവും. അങ്ങനെ ഫിറ്റ് ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെ എങ്ങാനും ഇത് ഫിറ്റ് ആവുകയാണെങ്കിൽ അത് ഇപ്പം RBCs തമ്മിൽ സ്റ്റിക്ക് ചെയ്യാൻ, ഒട്ടിപ്പിടിക്കാൻ, അല്ലെങ്കിൽ RBCs ബേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഫിറ്റ് ആവാൻ പാടില്ല. ദാ ഇവിടെ റൗണ്ട് ഷേപ്പാണ്, ദാ ഇവിടെ വന്നിട്ട് നമ്മൾ സോക്കറ്റിൽ ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വന്ന് ഫിറ്റ് ആയി കഴിഞ്ഞാൽ അതെന്താവും, സെറ്റ് ആവും. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ RBCക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റത്തേ ഉള്ളൂ. RBC ബേസ്റ്റ് ആവോ, RBCs തമ്മിൽ സ്റ്റിക്ക് ആവോ ഒക്കെ ചെയ്യും. അതാണ് പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ആൻറ്റിജൻ എയും ആൻറ്റിബോഡി എയും കൂടെ ഒന്നിച്ച് വരാൻ പാടില്ല. ഓക്കെ, അപ്പം ആൻറ്റിജൻ എ ഉള്ളിടത്ത് ആൻറ്റിബോഡി ബി വരാം. ഓക്കെ, ബി നോക്കിയേ, ബീൻ്റെ ഇവിടെ ലോക്ക് ആവുന്ന രീതിയിലാണ് ഇവിടത്തെ ഫിഗർ വന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ ലോക്ക് ആവും. ഓക്കെ, അപ്പം അതുകൊണ്ട് ബിക്ക് ഒരിക്കലും ആൻറ്റിജൻ ബി ഉള്ളിടത്ത് ഒരിക്കലും ആൻറ്റിബിയും വരാൻ പാടില്ല, ആൻറ്റിജൻ എ ഉള്ളിടത്ത് ഒരിക്കലും ആൻറ്റിബോഡി എയും വരാൻ പാടില്ല. പക്ഷെ അപ്പുറത്ത് അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, ഇപ്പം നോക്കിയേ, ആൻറ്റിജൻ എ ഉള്ളിടത്ത് ആൻറ്റിബോഡി ബി വന്നാൽ പ്രശ്നമില്ല, കാരണം ഇത് ലോക്ക് ആവുന്നില്ല. ഓക്കെ, ഫിറ്റ് ആയാലല്ലേ പ്രശ്നം, ഫിറ്റ് ആവുന്നില്ലല്ലോ. ഇനി ആൻറ്റിജൻ ബി ഉള്ളിടത്ത് എന്ത് വരാൻ പാടില്ല, ആൻറ്റിബോഡി ബി വരാൻ പാടില്ല, പക്ഷെ എക്ക് വരാം, കാരണം ഇവിടെ ഫിറ്റ് ആവത്തില്ല. അപ്പോൾ ഇവർക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം. ഒരിക്കലും ആൻറ്റിജൻ എയും ആൻറ്റിബോഡി എയും കൂടെ ഒന്നിച്ച് വരാൻ പാടില്ല. ബി ആണെങ്കിൽ ബി, അങ്ങനെ. ഓക്കെ, ഇവിടെ നോക്കിയേ, രണ്ട് ആൻറ്റിജൻസും ഉണ്ട്. AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ രണ്ട് ആൻറ്റിജൻസും ഉണ്ട്. അപ്പോൾ രണ്ട് ആൻറ്റിജൻസ് ഉള്ളതുകൊണ്ട് ആൻറ്റിബോഡി എ വന്നാൽ എയുമായിട്ട് പ്രശ്നവും, ആൻറ്റിബോഡി ബി വന്നു കഴിഞ്ഞാൽ ബിയുമായിട്ട് പ്രശ്നവും. അതുകൊണ്ട് രണ്ട് പേർക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ AB ബ്ലഡ് ഗ്രൂപ്പിൽ എന്തില്ല, ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇനി ഓയിൽ നമുക്ക് ഓൾറെഡി അറിയാം, രണ്ട് ആൻറ്റിജൻസും ഇല്ല. അപ്പോൾ പിന്നെ ആൻറ്റിബോഡി എയും ബിയും വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ആൻറ്റി എക്ക് റിയാക്ട് ചെയ്യാൻ ഇവിടെ എ ഇല്ല, ആൻറ്റിബോഡി ബിക്ക് റിയാക്ട് ചെയ്യാൻ ഇവിടെ ബിയും ഇല്ല. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടെന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ആൻറ്റിജൻ എ ഉള്ളിടത്ത് ആൻറ്റിബോഡി എ വരാൻ പാടില്ല, ആൻറ്റിജൻ ബി ഉള്ളിടത്ത് ആൻറ്റിബോഡി ബിയും വരാൻ പാടില്ല. ഓക്കെ, അത് മൈൻഡിൽ വെച്ചേക്കാം. പിന്നെ അടുത്തത്
ആൻറ്റിജൻസ് ഇല്ലാത്തത് ഏത് ബ്ലഡ് ഗ്രൂപ്പിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലഡ് ഗ്രൂപ്പ് O ആണ്. O ബ്ലഡ് ഗ്രൂപ്പിന് ആൻറ്റിജൻസ് ഇല്ല. ഇനി ആൻറ്റിബോഡി ഇല്ലാത്തത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ AB ആണ്. ഓക്കെ, അപ്പോൾ ഓയിനെ പറ്റി ABനെ പറ്റി ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ആൻറ്റിജൻസ് ഇല്ലാത്തത് O ആണ്, ആൻറ്റിബോഡി ഇല്ലാത്തത് നമ്മുടെ AB ബ്ലഡ് ഗ്രൂപ്പിനാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഈ ഒരു AB എന്നൊക്കെ പറയുന്നെങ്കിലും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ RH-D ആൻറ്റീജനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എയും ബിയും നമ്മൾ പറഞ്ഞു. ഇനി RH-D ആൻറ്റീജൻ, അപ്പം RH-D ആൻറ്റീജൻ അല്ലെങ്കിൽ RH ഫാക്ടർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ RH ഫാക്ടർ കണ്ടുപിടിച്ചത് ഒരു റീസസ് മങ്കീസിലാണ് ഈ ഒരു RH ഫാക്ടർ ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഈ RH ഫാക്ടറിനെ തന്നെയാണ് ഡി ആൻറ്റീജൻ എന്നും പറയുന്നത്, ഡി ആൻറ്റീജൻ. ഓക്കെ, അല്ലെങ്കിൽ RH-D ആൻറ്റീജൻ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ആ മങ്കീസിലാണ്, ഈ റീസസ് മങ്കീസിലാണ് ഇങ്ങനൊരു സംഭവം കണ്ടെത്തിയത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ആൻറ്റീജനും കൂടെ ഉണ്ട്. എയും ബിയും കൂടാണ്ട് ആൻറ്റീജൻ RH-D എന്ന് പറയുന്ന ഒരു ആൻറ്റീജനും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി ഈ ആൻറ്റീജൻ ഉണ്ടെങ്കിൽ ബ്ലഡ് പോസിറ്റീവും ഇല്ലെങ്കിൽ ബ്ലഡ് നെഗറ്റീവും ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് RH-D ഈസ് പ്രസൻറ്റ്, അതുകൊണ്ട് RH-D പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് ഇതായി എഴുതിയേക്കുന്ന എല്ലാ ബ്ലഡ് ഗ്രൂപ്പും പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, RH-D ആൻറ്റീജൻ ആബ്സെൻറ്റ്, ഇവർക്ക് ആർക്കും RH-D ആൻറ്റീജൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവരെന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം 3 ആൻറ്റീജൻസ് ആണ്, ആൻറ്റീജൻ A, ആൻറ്റീജൻ B, ആൻറ്റീജൻ D അല്ലെങ്കിൽ RH-D. ഓക്കെ, D ഉണ്ടെങ്കിൽ പോസിറ്റീവ്, ഇല്ലെങ്കിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. ഇതാണ് പോസിറ്റീവും നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി കുറച്ച് കാര്യങ്ങൾ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ബ്ലഡ് ഒരാളിൽ നിന്നും വേറൊരാളിലോട്ട് നമ്മൾ ബ്ലഡ് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന ആള് ഡോണർ. ഓക്കെ, വാങ്ങിക്കുന്ന ആൾ ആരാ? റിസീവറാണ്, റിസീവർ. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന ആൾ ഡോണറും വാങ്ങിക്കുന്ന ആൾ റിസീവറും ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഡോണറിൻ്റെ ആൻറ്റിജൻ നിങ്ങൾ ശ്രദ്ധിക്കുക, റിസീവറിൻ്റെ ആൻറ്റിബോഡി നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടും റിയാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല, റിയാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഒന്നുകൂടെ പറയുമ്പോൾ ഞാൻ മനസ്സിലാവും. അപ്പം ഒരാൾ ഡോണറിൽ നിന്നും റിസീവർ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് നമ്മൾ ബ്ലഡ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡോണറിൻ്റെ ആൻറ്റിജനും റിസീവറിൻ്റെ ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഞാൻ A ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുവാണ്. ഓക്കെ, A ആണ് ഡോണർ എന്ന് വിചാരിക്കുക. റിസീവേഴ്സിന് വേണ്ടി ഞാൻ കുറേ പേരെ സെറ്റ് ചെയ്തു, A ബ്ലഡ് ഗ്രൂപ്പും ബിയും ABയും Oയും, ഇവരെല്ലാവരെയും ഞാൻ സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ Aക്ക് ആർക്കൊക്കെ കൊടുക്കാം? അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല Aക്ക് ആർക്കൊക്കെ കൊടുക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? Aൻ്റെ ആൻറ്റിജൻ നോക്കും. Aൻ്റെ ആൻറ്റിജൻ എന്ന് പറയുന്നത് ആൻറ്റിജൻ A ആണ്. ഓക്കെ, എന്നിട്ട് റിസീവേഴ്സിന് എന്ത് നോക്കണമെന്നാ പറഞ്ഞേ? ആൻറ്റിബോഡിയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റിസീവറിൻ്റെ ആൻറ്റിബോഡി നോക്കണം. Aൻ്റെ ആൻറ്റിബോഡി ഞാൻ നോക്കി, Aൻ്റെ ആൻറ്റിബോഡി ആൻറ്റി എന്താണ്? B ആണ്. Bയുടെ നോക്കിയപ്പം ആൻറ്റി A ആണ്. ഓക്കെ, ABയുടെ നോക്കിയപ്പം അതിന് ആൻറ്റിബോഡീസ് ഒന്നും ഇല്ല. ഓക്കെ, Oൻ്റെ ആൻറ്റിബോഡി നോക്കിയപ്പം ആൻറ്റി Aയും ഉണ്ട്, ആൻറ്റി Bയും ഉണ്ട്. ഇനി ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? Aക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മൾ നോക്കുവാണ്. ആൻറ്റിജൻ Aയും ഈ ആൻറ്റിബോഡി Bയും കൂടെ റിയാക്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പം Aക്ക് Aന് കൊടുക്കാം. ഓക്കെ, അടുത്തത് Aക്ക് Bന് കൊടുക്കാമോ? ഓക്കെ, Aൻ്റെ ഞാൻ നോക്കി ആൻറ്റിജൻ A ആണ്, Bയുടെ ഞാൻ നോക്കി ആൻറ്റിബോഡി A ആണ്. അപ്പം ഈ Aയും ആൻറ്റിബോഡി Aയും കൂടെ റിയാക്ട് ചെയ്യും, പ്രശ്നമാവും. കാരണം മറ്റേ ലോക്ക് ഇട്ട പോലെ ഫിറ്റ് ആവും, അവർ ഫിറ്റായി അത് പ്രശ്നമാവും. അപ്പോൾ ഒരിക്കലും Aക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? Bക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി വീണ്ടും Aക്ക് ABന് ബ്ലഡ് കൊടുക്കാമോ? ഓക്കെ, ABയുടെ നോക്കുമ്പോൾ 2 ആൻറ്റിബോഡി ഇല്ല.
അപ്പം ഏത് ആൻറ്റിജൻ ആണെങ്കിലും എന്താ പ്രശ്നം, ഇവിടെ റിയാക്ട് ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ കൊടുക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. ഇനി എക്ക് ഓയിന് കൊടുക്കാൻ പറ്റുമോ? ഓയിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയപ്പം ആൻറ്റിബോഡി എയും ഉണ്ട് ആൻറ്റിബോഡി ബിയും ഉണ്ട്. അപ്പം ഈ എ ഈ ആൻറ്റി എയും ആയിട്ട് റിയാക്ട് ചെയ്ത് പ്രശ്നവും, അപ്പോൾ ഓയ്ക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം എക്ക് എയിനും എ ബിക്കും മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, ബിക്ക് ഓയിനും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനെ ഏത് ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിലും നമുക്ക് നോക്കി കണ്ടു എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോണറിൻ്റെ ആൻറ്റിജനും റിസീവറിൻ്റെ ആൻറ്റിബോഡിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആൻറ്റിജൻ എ ഒരിക്കലും ആൻറ്റിബോഡി എ ഉള്ളിടത്ത് പോകാൻ പാടില്ല, ആൻറ്റിജൻ ബി ഒരിക്കലും ആൻറ്റിബോഡി ബി ഉള്ളിടത്ത് പോകാൻ പാടില്ല. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ അക്സെപ്റ്ററും. ഓക്കെ, യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ അക്സെപ്റ്ററും. ഇപ്പം ഓ ഓക്കെ, ഓ എക്കും ബിക്കും എ ബിക്കും ഓയ്ക്കും ബ്ലഡ് കൊടുക്കാൻ പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പം ഓയുടെ എന്ത് നോക്കണം, നിങ്ങൾ ആൻറ്റിജൻ നോക്കണം. അപ്പം ഇതാണല്ലോ ഡോണർ, ഇതല്ലേ റിസീവർ. അപ്പം ഓയുടെ ആൻറ്റിജൻ നോക്കണം. ആൻറ്റിജൻ നോക്കുമ്പോൾ ഓയിന് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇനി ഇവർക്കിനി എന്ത് ആൻറ്റിബോഡി ആണെങ്കിലും ഓയ്ക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. കാരണം ഓയ്ക്ക് ആൻറ്റിജൻ ഇല്ല. ആൻറ്റിജൻ ഉണ്ടെങ്കിലല്ലേ ഇവിടെ ഏതെങ്കിലും ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഓയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും. പക്ഷെ ഓയ്ക്ക് ആരെയും നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റത്തില്ല. പ്രശ്നം ഇനി വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ തിരിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇവരെല്ലാം ഡോണേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ ഓ റിസീവർ ആണെന്ന് വിചാരിക്കാം. ഇനി തിരിച്ചു നോക്കണം, ഓയുടെ ആൻറ്റിബോഡീനെ വേണം ഇനി നോക്കാൻ. കാരണം ഓ റിസീവ് ചെയ്യാൻ നിൽക്കുമല്ലേ. അപ്പോൾ ആൻറ്റിബോഡി നോക്കുമ്പോൾ ആൻറ്റി എയും ഉണ്ട് ആൻറ്റി ബിയും ഉണ്ട്. ഓക്കെ, എക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എയിലെ ആൻറ്റിജനും ഇതിലെ ആൻറ്റി എയും കൂടെ റിയാക്ട് ചെയ്യും. ബിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഈ ആൻറ്റി ബിയും ആയിട്ട് റിയാക്ട് ചെയ്യും. എ ബിക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഈ എയും ഈ ആൻറ്റി എയും ഈ ബിയും ഈ ആൻറ്റി ബിയും കൂടെ റിയാക്ട് ചെയ്യും. ഓയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓയ്ക്ക് ബ്ലഡ് വാങ്ങാൻ ഓയിൻ്റെ നിന്ന് മാത്രമേ പറ്റുള്ളൂ. വേറെ ആരിൽ നിന്നും ഓയ്ക്ക് ബ്ലഡ് വാങ്ങാൻ പറ്റൂല. പക്ഷെ ഓയ്ക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതിൻ്റെ കാരണം ഓയ്ക്ക് എന്തില്ല, ആൻറ്റിജൻ ഇല്ല. ഓയ്ക്ക് ആൻറ്റിജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ ഏത് ആൻറ്റിബോഡി ആണെങ്കിലും നമ്മുടെ ഓയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ടാണ് ഓയിനെ യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്നത്. ഇനി എ ബി. ഓക്കെ, ഇപ്പം ഞാൻ ഡോണറായിട്ട് കുറച്ച് പേരെ സെറ്റ് ചെയ്യുവാണ്. എ ബി ഓയിനെ സെറ്റ് ചെയ്തു. ഇനി റിസീവർ നമ്മുടെ എ ബി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം റിസീവറിൻ്റെ എന്തുവാ നോക്കണ്ടേ, ആൻറ്റിബോഡി. ഓക്കെ, എ ബിക്ക് ആൻറ്റിബോഡി ഉണ്ടോ? എക്ക് ആൻറ്റിബോഡി ഉണ്ടോ? ഇല്ല. അപ്പം എക്ക് ആൻറ്റിബോഡി ഇല്ല. ഇനി ഇവർക്കപ്പോൾ എന്ത് ആൻറ്റിജൻ ആണെങ്കിലും എ ബിക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. എയുടെ ആൻറ്റിജൻ എ ആണ്, ബിയുടെ എ ആണ്, എ ബിക്ക് രണ്ടും ഉണ്ട്. ഓയ്ക്ക് ആൻറ്റിജൻ ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എ ബിക്ക് ഒരു ആൻറ്റിബോഡീസും ഇല്ല. അപ്പം ഇവരാരിൽ നിന്നും ബ്ലഡ് വാങ്ങിച്ചാലും എ ബിക്ക് പ്രശ്നമില്ല. കാരണം റിയാക്ട് ചെയ്യാൻ എ ബിയുടെ ബ്ലഡിൽ ആൻറ്റിബോഡി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ എ ബി എന്ന് പറയുന്ന യൂണിവേഴ്സൽ റിസീവറാണ്. ഓക്കെ, അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബിക്ക് എന്തില്ല, ആൻറ്റിബോഡി എന്ന് പറയുന്ന സംഭവം ഇല്ല. അതുകൊണ്ടാണ് എ ബി യൂണിവേഴ്സൽ റിസീവർ ആയത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഈ യൂണിവേഴ്സൽ ഡോണർ റിസീവർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം യൂണിവേഴ്സൽ ഡോണർ ഓ ആണെന്നും യൂണിവേഴ്സൽ റിസീവർ എ ബി ആണെന്നും നമുക്ക് അറിയാം. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് കൺഫ്യൂഷൻ. ഓക്കെ, അപ്പം ഓർത്തിരിക്കേണ്ട കാര്യം പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയാണെന്ന് ഇപ്പം അറിയാം. ഒരു ബ്ലഡ് എങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നത്? ആൻറ്റിജൻ ഡി ഉണ്ടെങ്കിൽ പോസിറ്റീവ്, ആൻറ്റിജൻ ഡി ഇല്ലെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, അപ്പം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ, ഓക്കെ, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ ബ്ലഡ് വാങ്ങാൻ വേണ്ടി നിൽക്കുവാണെന്ന് വിചാരിക്കുക.
ഓക്കെ, നെഗറ്റീവിന് ഉറപ്പായിട്ടും നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളിൽ നിന്നും ബ്ലഡ് വാങ്ങാൻ പറ്റും. ഒരിക്കലും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളിൽ നിന്നും നെഗറ്റീവിന് ബ്ലഡ് വാങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറയുന്ന ആളുടെ ശരീരത്ത് എക്സ്ട്രാ ഒരു ആൻറ്റിജൻ ഉണ്ട്, ആൻറ്റിജൻ ഡി. ഓക്കെ, അപ്പം നെഗറ്റീവിൻ്റെ ശരീരത്തിൽ ഈ ആൻറ്റിജൻ ഡി എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ ബോഡിക്ക് പരിചയമില്ലാത്തൊരു സാധനമാണ് ആൻറ്റിജൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പം നമ്മുടെ ബോഡിക്ക് പറ്റാത്ത എന്തെങ്കിലും ജേംസോ കാര്യങ്ങളോ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സ്വന്തമായിട്ട് അതിനെ റിയാക്ട് ചെയ്ത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കും. അതുപോലെ തന്നെയാണ് ബ്ലഡിന് ഇപ്പം നെഗറ്റീവ് ആൾക്കാരെ സംബന്ധിച്ച് ആൻറ്റിജൻ ഡി എന്ന് പറയുന്ന പുറത്തുനിന്ന് വന്ന എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ ബോഡി റിയാക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് നെഗറ്റീവിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ, പോസിറ്റീവിൽ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ ബ്ലഡ് കൊടുക്കാൻ നിൽക്കുവാന്ന് വിചാരിക്കാം. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും നെഗറ്റീവിന് ബ്ലഡ് കൊടുക്കാം. പോസിറ്റീവിന് ബ്ലഡ് കൊടുക്കാമോ? കൊടുക്കാം. കാരണം പോസിറ്റീവിന്റെ ശരീരത്ത് നെഗറ്റീവ് എത്തിയെന്ന് പറഞ്ഞ പ്രശ്നമില്ല. കാരണം പോസിറ്റീവിന്റെ ബോഡിയിൽ പരിചയമില്ലാത്ത ഒരു സാധനം പുതുതായിട്ട് എത്തുന്നില്ലല്ലോ. ഓക്കെ, കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ആൻറ്റിജൻ ഡി വെച്ചിട്ട് മാത്രം പറയുന്ന കാര്യമാണ്. അല്ലാതെ ആൻറ്റിജൻ എ ബി ഒക്കെ എല്ലാം അവർക്ക് ഒരുപോലെ തന്നെയാണ്. ആൻറ്റിജൻ ഡി ഉണ്ടോ ഇല്ലയോ, അതാണ് ഇവിടുത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് നെഗറ്റീവിൽ നിന്നും ബ്ലഡ് വാങ്ങാം, പോസിറ്റീവിൽ നിന്നും ബ്ലഡ് വാങ്ങാൻ പറ്റത്തില്ല. കാരണം പോസിറ്റീവ് ബ്ലഡ് ഒരിക്കലും നെഗറ്റീവ് ശരീരത്തിൽ എത്താൻ പാടില്ല. അതിൽ ആൻറ്റിജൻ ഡി കൊണ്ട് റിയാക്ഷൻ സംഭവിക്കും. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് നെഗറ്റീവിന് കൊടുക്കാം, പക്ഷെ ഒരിക്കലും നെഗറ്റീവിന് കൊടുക്കാം, പോസിറ്റീവിന് കൊടുക്കാം. ഓക്കെ, കാരണം പോസിറ്റീവിൻ്റെ ശരീരത്ത് നെഗറ്റീവ് ബ്ലഡ് എത്തിയെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. കാരണം എക്സ്ട്രാ ഒന്നും എത്തുന്നില്ല. പോസിറ്റീവിന് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ നെഗറ്റീവ് വന്നാലും തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ട് അവിടെ റിയാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇനി യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റണം. ഓക്കെ, ഓ പോസിറ്റീവിന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? ഓ പോസിറ്റീവിന് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, നെഗറ്റീവിന് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നെഗറ്റീവ് ശരീരത്ത് ഒരിക്കലും എന്തെത്താൻ പാടില്ല? പോസിറ്റീവ് എത്താൻ പാടില്ല. അതുകൊണ്ട് ഓ നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ഓ നെഗറ്റീവ് ആവുമ്പം എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കാം, എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുക്കാം. ഓക്കെ, അതുകൊണ്ട് ഓ നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ. ഇനി റിസീവർ. ഓക്കെ, എ ബി നെഗറ്റീവ് ഒരിക്കലും റിസീവർ ആവത്തില്ല. കാരണം എ ബി നെഗറ്റീവിന് എല്ലാ നെഗറ്റീവ്സിൻ്റെന്നും ബ്ലഡ് വാങ്ങാം, പക്ഷേ ഒരിക്കലും പോസിറ്റീവുകളിൽ നിന്നും ബ്ലഡ് വാങ്ങാൻ പറ്റത്തില്ല, പ്രശ്നമാണ്. അപ്പം എ ബി പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാലോ നെഗറ്റീവിൻ്റെ നിന്നും ബ്ലഡ് വാങ്ങാം, റിസീവർ അല്ലേ, പോസിറ്റീവിൻ്റെ നിന്നും ബ്ലഡ് വാങ്ങാം. അതുകൊണ്ട് എ ബി പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റിസീവർ, എ ബി നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ. ഓക്കെ, അത് ജസ്റ്റ് ഇവിടെ പടത്തിൽ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഒയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയ്ക്കും എ ബിക്കും ഒയ്ക്കും ഇവർക്ക് 3 പേർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും. പിന്നെ ഒയ്ക്ക് തന്നെ കൊടുക്കാമെന്ന് അറിയാമല്ലോ. ഓക്കെ, ഇനി എ ബിക്ക് ഒയിൽ നിന്നും എയിൽ നിന്നും ബിയിൽ നിന്നും ബ്ലഡ് വാങ്ങാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ഫിഗർ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആരാണ് യൂണിവേഴ്സൽ ഡോണർ, റിസീവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒയും എ ബി എന്നൊക്കെ പണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒ നെഗറ്റീവ് ആണോ എ ബി പോസിറ്റീവ് ആണോ എന്നും കൂടെയാണ് നമ്മളിപ്പം മനസ്സിലാക്കി പഠിച്ചത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സിന് ആർക്കൊക്കെ കൊടുക്കാം, റിസീവ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡയഗ്രാം ജസ്റ്റ് കൊടുത്തേക്കുവാണ്. ഇത് നോക്കിയേ, ഇതിലെ ഒ നെഗറ്റീവ് എന്ന് പറയുന്ന ഡോണറും ഒ നെഗറ്റീവ് എന്ന് പറയുന്ന റിസീവറുമാണ്. ഓക്കെ, ഓക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒ ഡൊണേറ്റ് ചെയ്യാണ് ഒ നെഗറ്റീവിന്. ഓക്കെ, ഒ നെഗറ്റീവിന് ബ്ലഡ് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഒയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ആരാണ്? ഒ നെഗറ്റീവ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണറാണ്. ഓക്കെ, യൂണിവേഴ്സൽ ഡോണറാണ്, എല്ലാവർക്കും കൊടുക്കാം.
പക്ഷേ O നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, O നെഗറ്റീവിൽ നിന്ന് മാത്രമേ ബ്ലഡ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, ബാക്കി ആരിൽ നിന്നും പറ്റില്ല. O പോസിറ്റീവ് ബ്ലഡ് വാങ്ങാൻ പറ്റുമോ? ഇല്ല. നെഗറ്റീവ് ആയിട്ടുള്ള ആളുടെ ശരീരത്ത് പോസിറ്റീവ് എത്താനേ പാടില്ല. അതുകൊണ്ട് ഇതും ഈ പോസിറ്റീവ് ഒന്നും എന്തായാലും ഉറപ്പായിട്ടും വരത്തില്ല. ഇനി A നെഗറ്റീവിൻ്റെന്ന് O നെഗറ്റീവിന് ബ്ലഡ് വാങ്ങാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഓയിൻ്റെയിൽ നിന്നും മാത്രമേ ബ്ലഡ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇവരാരിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബ്ലഡ് വാങ്ങാൻ പറ്റത്തില്ല. O പോസിറ്റീവിന് O പോസിറ്റീവ് റിസീവ് ചെയ്യാൻ നിൽക്കുവാണ്. ഇവരെല്ലാം ഡൊണേറ്റേഴ്സാണ്, ഇവരെല്ലാം ഡോണേഴ്സാണ്. ഓക്കെ, അപ്പം O പോസിറ്റീവ് അല്ലെങ്കിൽ ഓയിൽ നിന്നുമേ വാങ്ങാൻ പറ്റും. O പോസിറ്റീവ് ആയതുകൊണ്ട് O നെഗറ്റീവിൽ നിന്നും O പോസിറ്റീവിൽ നിന്നും ബ്ലഡ് വാങ്ങാം, വേറെ ആരിൽ നിന്നും ബ്ലഡ് വാങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്ത നോക്കി A നെഗറ്റീവിന് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും ബ്ലഡ് വാങ്ങാൻ പറ്റത്തില്ല, നെഗറ്റീവിൽ നിന്നേ ബ്ലഡ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളത് ഓൾറെഡി നമ്മൾ എന്തുവാണ്, അങ്ങ് ക്രോസ് ചെയ്യും. ഓക്കെ, ഇനി O നെഗറ്റീവിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? A നെഗറ്റീവിന് വാങ്ങിക്കാൻ പറ്റും. കാരണം O നെഗറ്റീവ് ഓൾറെഡി യൂണിവേഴ്സൽ ഡോണർ ആണല്ലോ, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഓക്കെ, പോസിറ്റീവിന് ഇല്ല. ഇനി A നെഗറ്റീവിൻ്റെ A നെഗറ്റീവിന് വാങ്ങാൻ പറ്റും. ഓക്കെ, പോസിറ്റീവ് ഇല്ല. ഇനി B ഒന്നും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. B എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഒരിക്കലും Aക്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതേപോലെ ഓരോരുത്തരും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നോക്കി, A പോസിറ്റീവാണ് റിസീവർ. ഈ മുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഡോണേഴ്സും താഴെ എഴുതിയിരിക്കുന്ന എല്ലാ റിസീവേഴ്സുമാണ്. A പോസിറ്റീവ് നിന്ന് ആരിൽ നിന്നൊക്കെ ബ്ലഡ് വാങ്ങാം? പോസിറ്റീവിൻ്റെ നിന്ന് വാങ്ങാം, നെഗറ്റീവിൻ്റെ നിന്ന് വാങ്ങാം. ഒരിക്കലും Aക്ക് Bൻ്റെ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല, അത് നമുക്കറിയാം. നോക്കിയേ, Bൻ്റെ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല, ഇതൊന്നും വാങ്ങാൻ പറ്റത്തില്ല, ഇതൊന്നും വാങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ABക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, Aക്ക് ഒരിക്കലും ABൻ്റെ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല. കാരണം ഇതിന് ആന്റിബോഡി എന്തുണ്ട്? നമ്മുടെ A എന്ന് പറയുന്ന ആള് വാങ്ങിക്കാൻ നിൽക്കുന്ന ആളാണ്. അപ്പോൾ വാങ്ങിക്കാൻ നിൽക്കുന്ന ആളുടെ ഇവരുടെ എല്ലാം നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ആന്റിബോഡിയാണ് നോക്കേണ്ടത്. ഈ എഴുതി വെച്ചേക്കുന്നവരെല്ലാം ആന്റിജൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, AB-യിൽ Aയും ഉണ്ട് Bയും ഉണ്ട്. ഓക്കെ, ആന്റിജൻ. ഓക്കെ, AB-യിൽ ആന്റി Bയും ഉണ്ട്. ഓക്കെ, അപ്പം ഇതും ഈ Bയും കൂടെ റിയാക്ട് ചെയ്ത് പ്രശ്നമാണ്. അതുകൊണ്ട് ഒരിക്കലും ABൻ്റെന്നും ആർക്ക് ബ്ലഡ് വാങ്ങാൻ പറ്റത്തില്ല, Aക്ക് ബ്ലഡ് വാങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇവരിൽ നിന്നുമല്ല, Aൻ്റെന്നെല്ലാം ബ്ലഡ് വാങ്ങാം. ഓക്കെ, B നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ Oൻ്റെ എന്താ, O യൂണിവേഴ്സൽ, നമുക്കിപ്പോൾ O നെഗറ്റീവ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആണല്ലോ, അതുകൊണ്ട് ഇവിടെ ഫുൾ പച്ചട്ടിക്ക് ഇട്ടേക്കും, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും O നെഗറ്റീവ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ടിക്ക് ഇട്ടു. ഇനി നെഗറ്റീവിൻ്റെ ശരീരത്ത് പോസിറ്റീവ് എത്താൻ പാടില്ല. പോസിറ്റീവ് ഉള്ളിടത്ത് ഫുൾ ഇത് പോസിറ്റീവാണ്, അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്തു. ഓക്കെ, ഇത് പോസിറ്റീവാണ്, അത് ക്രോസ് ചെയ്തു. ഇത് പോസിറ്റീവാണ്, അത് നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. ഇത് പോസിറ്റീവാണ്, അത് നമ്മൾ ക്രോസ് ചെയ്തു. ഓക്കെ, ഇനി Aൻ്റെന്ന് എന്തായാലും Bക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതും തെറ്റാണ്. ഓക്കെ, ഇനി ABൻ്റെന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതും നമ്മൾ തെറ്റാണ്. ഇനി B നെഗറ്റീവിന് വാങ്ങാമല്ലോ, അപ്പോൾ അത് നമ്മൾ ടിക്ക് ഇട്ടു. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി AB പോസിറ്റീവ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ എന്താണ്, റിസീവറാണ്. അതുകൊണ്ട് ഇവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ABക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ഫുൾ ടിക്ക് വന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ താഴെ വരെ ടിക്ക് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ, ഇത് ഡോണർ, ഇത് റിസീവേഴ്സ്. നമ്മുടെ O നെഗറ്റീവിന് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഇത് ഫുൾ ടിക്ക്. ഓക്കെ, ഇനി ABക്ക് ഇവരെല്ലാവരിൽ നിന്നും വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇവിടെ ഫുൾ ടിക്ക്. അതുകൊണ്ട് AB പോസിറ്റീവ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ റിസീവറും O നെഗറ്റീവ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഡോണറുമാണ്. ഓക്കെ, ഇതിപ്പം ഇങ്ങനെ ബോക്സ് വരച്ച് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പോസിറ്റീവിൻ്റെ ശരീരത്ത് പോസിറ്റീവ് എത്തിയാലും നെഗറ്റീവ് എത്തിയാലും പ്രശ്നമില്ല. പക്ഷേ നെഗറ്റീവിൻ്റെ ശരീരത്ത് നെഗറ്റീവ് മാത്രമേ എത്താവുള്ളൂ, പോസിറ്റീവ് എത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും നമുക്ക് ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ,
പിന്നെ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം കൊടുക്കുന്ന ആളുടെ ഡോണറിൻ്റെ ആൻറ്റിജനും റിസീവറിൻ്റെ ആൻറ്റിബോഡിയും ഓക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ കേസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മുടെ ബ്ലഡിൽ നമ്മൾ ജെനറ്റിക്സ് ഉണ്ടല്ലോ, അതാണ് ജീനോ ടൈപ്പ് എന്ന് ഇവിടെ എഴുതി. ഓക്കെ, നമ്മൾ ജെനറ്റിക്സിൽ ഓരോ ബ്ലഡിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെ ഇപ്പം എയിനെ IA എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ IA എന്ന് പറയുന്നത് ഒരു ഗ്യാമേറ്റാണ്, ഇത് അടുത്ത ഗ്യാമേറ്റാണ്. ഓക്കെ, അപ്പം ഈ IA വെച്ചിട്ട് നമുക്ക് എയിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ജെനറ്റിക്സിൽ. ഓക്കെ, ഇപ്പം വീണ്ടും എയിനെ നമുക്ക് IA സ്മോൾ i എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓയിനെ നോക്കിയേ, ഓയിനെ 2 സ്മോൾ i വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബിനെ IB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ IBI എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എബിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരേ ഒരു രീതിയേ ഉള്ളൂ, IA IB. 2 ആൻറ്റിജൻസ് വേണമല്ലോ, അപ്പം IA IB. ഓക്കെ, ക്ലിയർ ആണോ? നോക്കിയേ, എയിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 രീതിയുണ്ട്. ഓക്കെ, ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറയാം. അച്ഛനും അമ്മയും A, കൊച്ചും A, അതാണ് നിങ്ങൾ കാണുന്ന ഈ പ്യുവർ A എന്ന് പറയും. ഓക്കെ, ഇത് നോക്കിയേ, അച്ഛൻ A, അമ്മ O ആണെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു ഓയിൻ്റെ ഇതും കൂടെ വരും ഇതിൽ. ഓക്കെ, അതാണ് ഈ സ്മോൾ i ഇട്ടേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എയിനെ 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴും O ബ്ലഡ് ഗ്രൂപ്പിന് റെസസീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ബാക്കി ഈ എയിനെയും ബിനെയും ഒക്കെ ഡോമിനൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ കണ്ണിൻ്റെ കളർ ബ്ലൂ കളറാണെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിങ്ങളുടെ കണ്ണ് ബ്ലൂ കളറാണെന്ന് വിചാരിക്കാം. അപ്പം ഫാദർ മദർ, ഓക്കെ, അപ്പോൾ ഫാദറിന് നീല കണ്ണാണെന്ന് വിചാരിക്കുക, അമ്മയ്ക്ക് ബ്ലാക്ക് ഐസ് ആണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ ചൈൽഡിന് എന്ത് കളറായി? ബ്ലൂ കളറായി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ ബ്ലാക്ക് ഇല്ലെന്നാണോ? ബ്ലാക്ക് ഉണ്ട്, പക്ഷെ ബ്ലാക്ക് ഹിഡൻ ആണ്. എക്സ്പ്രസ് ആയത് എന്താണ്? ബ്ലൂ. ഓക്കെ, 2 കൂടെ മിക്സ് ചെയ്ത് വേറെ എന്തെങ്കിലും കളർ അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. അച്ഛന് നീലക്കണ്ണ്, അമ്മയ്ക്ക് കറുത്ത കണ്ണ്, കുട്ടിക്ക് നീലക്കണ്ണ് വന്നു. അപ്പം ഇങ്ങനെ 2 എണ്ണം വന്നിട്ട് എക്സ്പ്രസ് ആയത് ഈ 2 എണ്ണത്തിൽ ഏതോ ഒന്നാണ്. അപ്പം ഈ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോമിനൻ്റ് എന്ന് പറയുന്നത്. ഡോമിനൻ്റ്. ഓക്കെ, എക്സ്പ്രസ് ചെയ്യാത്തതിനെയാണ് നമ്മൾ റെസസീവ് എന്ന് പറയുന്നത്. ബ്ലാക്ക് എക്സ്പ്രസ് ചെയ്തില്ല, അതുകൊണ്ട് ബ്ലാക്ക് എന്താണ്? റെസസീവ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ആൻറ്റിജൻ A B ഉണ്ട്. ഓക്കെ, അപ്പം ഓയിൻ്റെ ഉണ്ട്. ഓയിന് 2 ആൻറ്റിജൻസും ഇല്ല. ഓക്കെ, അപ്പം A ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ A ഉണ്ട്, B ബ്ലഡ് ഗ്രൂപ്പിൽ B ഉണ്ട്, O ബ്ലഡ് ഗ്രൂപ്പിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഓയിൻ്റെ മുകളിൽ ഈ 2 ആൻറ്റിജൻസ് ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കിയേ, എയിൻ്റെ IA ഉണ്ട്, ഓയിൻ്റെ സ്മോൾ i ഉണ്ട്. ഓക്കെ, അപ്പം പക്ഷേ ഇതിനെ നമ്മൾ കാണുന്നത് എന്തായിട്ടാണ്? A ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഐനെ എപ്പോഴും റെസസീവ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടല്ലേ? ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. ഈ ഓയിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത 2 ചെറിയ i വെച്ചിട്ടാണ്. കാരണം റെസസീവ് ആയിട്ടുള്ളവരെല്ലാം സ്മോൾ ലെറ്റർ വെച്ചിട്ടും ഡോമിനൻ്റ് ആയിട്ടുള്ളവരെല്ലാം ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അമ്മയും അച്ഛനും A ആണ്, കൊച്ചും A ആണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പം അച്ഛനെ അമ്മ O ആണെങ്കിൽ, അല്ലെങ്കിൽ അമ്മ A അച്ഛൻ O ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന കുട്ടിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു രീതി. ഓക്കെ, പക്ഷെ അവിടെയും ഡോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? A ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് A ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇപ്പം 2 ബ്ലഡ് ഗ്രൂപ്പ്സ് തന്നിരിക്കുവാണ്. AB ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? O ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇവർ 2 പേരും കൂടെ ക്രോസ് ചെയ്താൽ ഇവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് ഉണ്ടാവാൻ സാധ്യത? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? AB ബ്ലഡ് ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് IA IB. ഓക്കെ,
ഓയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് രണ്ട് സ്മോൾ ഐ. ഇനി നമ്മൾ ക്രോസ് ചെയ്യുക. മാത്സിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇതിനെ ഐ എ ഐ എന്ന് എഴുതും. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നിച്ച് എഴുതും. ഇനി ഇതും കൂടെ ചേർത്ത് ഞാൻ എഴുതുവാണ് ഐ എ ഐ. ഓക്കെ, ബീനെയും ഇതിനെയും കൂടെ ചേർത്തിട്ട് എഴുതുവാണ് ഐ ബി ഐ. വീണ്ടും ബീനെയും ഇതിനെയും കൂടെ ചേർത്തിട്ട് ഐ ബി ഐ എന്ന് എഴുതുവാണ്. ഓക്കെ, നോക്കിയേ, ഇത് എ ബ്ലഡ് ഗ്രൂപ്പാണ്, ഇത് എ ബ്ലഡ് ഗ്രൂപ്പാണ്, ഇത് ബി ബ്ലഡ് ഗ്രൂപ്പാണ്, ഇതും ബി ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എ ബി ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളും ഓ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആരെങ്കിലും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന കുട്ടികളിൽ 50% കുട്ടികൾ എയും 50% കുട്ടികൾ ബിയും ഉണ്ടാവാനുള്ള സാധ്യതയേ ഉള്ളൂ. ഒരിക്കലും എ ബിയും ഓയും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു കൊച്ച് അല്ലെങ്കിൽ ഓ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു കൊച്ച് അവർക്ക് ജനിക്കാൻ പോകുന്നില്ല. അവർക്ക് ഉണ്ടാവുന്ന കുട്ടികളിൽ 50% കുട്ടികൾ എയോ 50% കുട്ടികൾ ബിയോ ആയിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയേ ഉള്ളൂ. ഓക്കെ, ഇതേപോലെ നമുക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇങ്ങനെ ക്രോസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം എയും ബിയും കൂടെ ഞാൻ ക്രോസ് ചെയ്യണം. ഇത് പ്യുവർ ആയിട്ടുള്ള എ അല്ല, പ്യുവർ എ എന്ന് പറയുന്നത് ഐ എ ആണ്. ഓക്കെ, അപ്പം ഞാൻ പ്യുവർ അല്ലാത്ത എയിനെയാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഐ എ ഐ ബി വരും. ഓക്കെ, ഐ എ ഐ വന്നു. ഇനി ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം ഫ്രണ്ട് ഇടാൻ. ഐ ബി ഐ വന്നു, ഓ വന്നു. ഓക്കെ, അപ്പം എ ഈ ഒരു പ്യുവർ അല്ലാത്ത എയും പ്യുവർ അല്ലാത്ത ബീനെയും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ ജനിക്കും, ഓ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ ജനിക്കും, എ ബ്ലഡ് ഗ്രൂപ്പും ബി ബ്ലഡ് ഗ്രൂപ്പും ഉള്ളവർ ജനിക്കും. ഓക്കെ, അങ്ങനെ എല്ലാ ബ്ലഡ് ഗ്രൂപ്പ്സും അതിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് ആരൊക്കെ ക്രോസ് ചെയ്താൽ കിട്ടുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു ജെനറ്റിക്സ് ജീനോടൈപ്പ് അറിയാമെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ നേരം. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കെ ഇന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ബ്ലഡ്, നമ്മുടെ 4 ബ്ലഡ് ഗ്രൂപ്പ്സ് അത് ആരൊക്കെയാണ് കണ്ടുപിടിച്ചത്, ബ്ലഡിലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്, ആൻറ്റിജൻ എന്താണ്, ആൻറ്റിബോഡി എന്താണ്, എയിൽ ബി എ ബി ഒയിലെ ആൻറ്റിബോഡീസിനെയും ആൻറ്റിജനെയും പറ്റി പറഞ്ഞു. അതേപോലെ എങ്ങനെയാണ് ഒരു ബ്ലഡ് പോസിറ്റീവ് ആവുന്നത് നെഗറ്റീവ് ആവുന്നത്, ആരാണ് യൂണിവേഴ്സൽ ഡോണർ റിസീവർ, ആർക്കൊക്കെ കൊടുക്കാം, ആർക്ക് ആരെയിൽ നിന്നൊക്കെ വാങ്ങിക്കാം. അതുപോലെ അതാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ നമ്മൾ നോക്കിയത്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്സിനെ ജെനറ്റിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.